ഹലോ, അനുപമ ഹിയർ. കരണ്ട് ഭാർഗവനെ പറ്റി ഫീച്ചർ എഴുതിയ അനുപമയല്ലേ? ഞാൻ അനങ്ങാക്കുലിയിലുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. പേര് കുഞ്ഞിരാമ കൈമൾ. ജോസഫ് മാത്യുവിന്റെ തിരോധാനത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. തീർച്ചയായും താല്പര്യമുണ്ട്. കൈമൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് കതർ തുണി വാങ്ങാൻ വേണ്ടി ടൗണിൽ വന്നതാണ്. ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിലുണ്ട്. വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആ, ഉടനെ വരാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ മിസ്റ്റർ കൈമൾ. സോഫിയ, ഇത് അനുപമയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ഫാദർ. പബ്ലിക് ലൈബ്രറിയിലേക്ക് വരൂ. സോറി, എനിക്ക് ഓഫീസിലൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു. എവിടെ ആളെവിടെ? ആര്? കുഞ്ഞിരാമ കൈമൾ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആ, പിന്നെ സോഫിയ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരമാണ് ഫെമിനിസ്റ്റ് ആക്ഷൻ കൗൺസിലിന്റെ മീറ്റിംഗ്. എത്ര മണിക്ക് തുടങ്ങും? 5 മണി. അനങ്ങാക്കൊല്ലിയിൽ നിന്ന് കുഞ്ഞിരാമ കൈമൾ. എന്റെ പേര് പറഞ്ഞാൽ വന്നില്ലെങ്കിലും ഒന്ന് കരുതിയാ. ചതിക്കുന്നവരെ തിരിച്ചും ചതിക്കാമല്ലോ. മാഗസീനിൽ വന്ന ഫോട്ടോയുടെ പേരിൽ ഞാനിപ്പോ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. ഭാർഗവൻ കുറ്റവാളിയാണെന്ന് എഴുതിയല്ലോ, അത് തിരുത്തി എഴുതിയില്ലെങ്കിൽ നാളത്തെ ചരമകോളത്തിൽ എന്റെ ഫോട്ടോ വരും. അതെങ്ങനെ തിരുത്തി എഴുതും? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് വാസ്തവമല്ലെന്ന് എനിക്കും കൂടി ബോധ്യമാവണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റു വല്ല വഴികളും നോക്കുന്നതായിരിക്കും നല്ലത്. ഐ ഡിഡ് ഇറ്റ് ഫോർ എ നോബിൾ കോസ്. ഞാൻ തന്നെ അത് തിരുത്തി എഴുതാൻ പോയാ എന്റെ ക്രെഡിബിലിറ്റി? അനുവിന്റെ ക്രെഡിബിലിറ്റിയാണ് വലുതല്ലേ? സോഫിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ പറ്റി ഡോക്ടർ എന്താ ആലോചിക്കാത്തത്? ഇല്ല, തീർത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കേ, ഓക്കേ. But you know, Anu, I loved you. Still I love you. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇന്നത്തെ പത്രത്തിൽ വരുമോ എന്നാ ചോദിച്ചത്. അതൊരു പത്രമല്ലല്ലോ സുഹൃത്തെ, വീക്കിലി അല്ലേ. അടുത്ത ആഴ്ച ഇറങ്ങുമ്പോൾ അതിലുണ്ടാവും കരണ്ട് ഭാർഗവൻ ഒരു മഹാനാണ്, മനുഷ്യസ്നേഹിയാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ് എന്നൊക്കെ. ആദ്യം വിട്ട് ഇളക്കല്ലേ ഡോക്ടർ സാറേ. നിരപരാധിയാണെന്ന് മാത്രം എഴുതിയാ മതി, കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. എങ്കിൽ പിന്നെ ഭാർഗവൻ പോവല്ലേ? എങ്ങോട്ട്? ഇവിടുന്ന് പോവല്ലേ എന്നാ ചോദിച്ചത്. എന്റെ ഗൗൺ എടുത്തിടാൻ ആര് പറഞ്ഞു? കഴിച്ചു വെക്ക്. വല്ലവനും കേറി വന്ന ചിലപ്പോ വിനോദ് തന്നെ. കുറ്റവാളിയെ ഒളിപ്പിച്ചവനും നിയമപ്രകാരം അകത്താ. വീതി അതാണേ, നമുക്ക് എന്ത് ചെയ്യാനാവും ഡോക്ടർ? നല്ല വിശപ്പ്. വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്നല്ലേ. എന്താ ഈ കാണിക്കുന്നേ? തിന്നാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. ഈ അത്യാവത്തിന്റെ ഇടയിൽ കിടന്ന് ആരെന്തുണ്ടാക്കാനാ? നെല്ലിനടിക്കാൻ വെച്ച് പരാമറുണ്ട്, എടുത്തു കൊടുക്ക്, കഴിക്കട്ടെ. ഡോക്ടറുടെ അമ്മയും കോമഡി ആണല്ലോ. 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് ചുമ്മാതല്ല. 1/2 മണിക്കൂർ സമയം തരും. അപ്പവും മുട്ട റോസ്റ്റും, അയില മുളകിട്ടതും സ്വല്പം കപ്പ വേവിച്ചതും റെഡി ആക്കിയില്ലെങ്കിൽ നല്ല കോമഡി പറഞ്ഞ് നാവുണ്ടല്ലോ, അത് ഞാൻ അരിഞ്ഞെടുക്കും. അയ്യോ, സാറെന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? വിനോദ് എന്റെ ഒരു ശിഷ്യനാണല്ലോ. വിനോദ് ഇപ്പൊ ഇവിടെ ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റക്ക. വിനോദ് ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത്. ചില കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാനാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് പെയിന്റ് അടി നടക്കാണ്, പെയിന്റ് അടി. ഓഹോ, ഡോക്ടർ ഇരിക്കൂ. താങ്ക് യു. നർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥനായ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിപ്പാണെന്ന് അറിയാമല്ലോ. എങ്കിലും മയക്കുമരുന്നുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടുള്ള വെറുപ്പ് എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. അതുകൊണ്ട് മാത്രം ചോദിക്കുക, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോസഫ് മാത്യുവിനെ ഭാർഗവൻ കൊന്നു എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. വർഷങ്ങളായി കഞ്ചാവ് കൃഷിയാണ് ആ സാമൂഹ്യ വിരുദ്ധന്റെ ജോലി. ലോകപ്രശസ്തനായ ഡോക്ടർക്ക് അവന്റെ കൂട്ടന്തിനാണ്. എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും. സാറിനോടായതുകൊണ്ട് ഞാൻ സത്യം പറയും. എന്റേതായ രീതിയിലുള്ള ഒരു സോഷ്യൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അയാൾ ക്രിമിനലാണ്, കൊലപാതകയാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ തന്നെ അയാളെ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഞ്ചാവ് കൃഷി പോലുള്ള ഹീന പ്രവൃത്തികളിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അയാളെ ഒരു ഉത്തമ പൗരനായി ഞാൻ മാറ്റിയെടുക്കും. ഓഹോ,
അപ്പൊ അതാണ് ഈ പിന്തിരിയൽ. ഏത് പിന്തിരിയെ? അല്ല, അപ്പോ ചികിത്സ ഉടൻ വരെയായി. അത് നന്നായി പുരോഗമിക്കുന്നു. എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഭാർഗവന്റെ മേലെ ഒരുത്തനുണ്ട്, യഥാർത്ഥ കഞ്ചാവ് മുതലാളി. അതാരാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഭാർഗവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ തെണ്ടി ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് ആ പരമനാറിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഡോക്ടർ, നിങ്ങളൊരു വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. താങ്ക് യു. ഇതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ഞാനിങ്ങനെ അവാർഡിന് വേണ്ടി. എന്റെ വക ഒരു അവാർഡ് എന്തായാലും നിങ്ങൾക്കുണ്ട്. താങ്ക് യു. ശരി എന്നാ. സാറേ ഒന്ന് നിക്കണേ, ഇതാ ഇവിടെ. എന്താ? അമ്മ പറയായിരുന്നു ഇവിടം വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന്. അത് സാരമില്ല, ഇനി അങ്ങോട്ട് നല്ലതുപോലെ വെള്ളം കുടിക്കാനുള്ളതല്ലേ. ശരി. എന്ത് പണിയാടോ തനിക്ക് കാണിച്ചത്? അയാൾ ആരാണെന്ന് തനിക്കറിയോ? നർക്കോട്ടിക് കൺട്രോൾ കട്ട തന്നെ പറ്റി നല്ലതേ അയാളോട് ഞാൻ പറഞ്ഞു. അതാണല്ലോ പ്രശ്നം. ഇനി എന്റെ തന്റെ കാര്യം പോക്കാടോ, പോക്കാ. എന്റെ കാര്യം അലിയോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ തന്നെ പറ. എന്നും രാവിലെ ക്ലിനിക്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും, ഡോക്ടറില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഭ്രാന്തന്മാര് കാത്തിരുന്ന് കൊടുക്കുക, എന്നെ തെറിവിളിച്ചിട്ട് പോകും. എന്താ ഇത് ഡോക്ടർ? ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വിടരുതവനെ. ഞാനിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ ഓടിച്ചിട്ട് പിടിക്കണോ അവനെ? ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ഒരു ജീവനക്കാരന്റെ കാര്യത്തിൽ പോലീസിന്റെ നിലപാട് ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭർത്താവിന്റെ തിരോധാനത്തിൽ മനംനൊന്ത് മനോരോഗിയായ ഒരു അമ്മ, അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയിൽ വിങ്ങുന്ന മനസ്സുമായി അധികൃതരുടെ പുറകെ അലയുന്ന മകൾ. ഒരു കാര്യം ഞാനിവിടെ ഊന്നി പറയുകയാണ്, ഈ മകളും അമ്മയും ഇനി ഒറ്റയ്ക്കല്ല. ഈ നാട്ടിലെ പ്രബുദ്ധരായ ആബാലവൃദ്ധൻ ജനങ്ങളും നിങ്ങളുടെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ ഇതാ ഉറപ്പു തരികയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ജോസഫ് മാത്യുവിന്റെ ശത്രുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രശ്നം ജനങ്ങളുടെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ന്യൂസ് പ്ലസ് മാഗസിനിലെ അനുപമ ശിവദാസൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പത്രപ്രവർത്തന രംഗത്ത് ഞാൻ ഒരു പുതിയ ആളാണ്. ചേട്ടനെ കാണാനില്ല. 2 ദിവസം ഞങ്ങള് തീ തിന്ന് കഴിയാ കുഞ്ഞെ. ആ ഭാർഗവൻ എന്ന് പറയുന്നവൻ വീട്ടിൽ കയറി താമസാക്കിയിരിക്കുക. ഒരു തൂക്കം പിടിച്ചോണ്ട് കൊല്ലും കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുക. അവൻ ബാത്റൂമിൽ കയറിയപ്പോ ഞങ്ങള് പിൻവശത്തോട് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഡോക്ടർ എങ്ങോട്ടാ പോയത്? ഭാർഗവൻ അലിയെ പിടിക്കാൻ പറഞ്ഞപ്പോ പോയതാ. എന്നൊരു വിവരമില്ല. അലിയെ പിടിക്കാൻ ആകെപ്പാടെ എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഹലോ രവി, ഇത് ഞാൻ വിനോദ്. കറണ്ട് ഭാർഗവൻ ഡോക്ടർ ശാന്താറാമിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്. പിടിച്ചകത്താക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം നാട്ടുകാരെ അറിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ വീട്ടിൽ വന്നു പോരുന്ന സാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല സാർ. രക്ഷിക്കണം. പോലീസിന്റെ പുറയുണ്ട്. പോലീസോ? എങ്കിൽ ഈ നിമിഷം താൻ ഇവിടെ ഇറങ്ങണം. ഞാൻ പോലീസിനെ കണ്ടു. പോലീസ് എന്നെ കണ്ടിട്ടില്ല സാർ. ഇവിടുത്തെ തട്ടുംപുറത്ത് ഞാൻ ഒളിച്ചോളാം സാർ. അതിനിവിടെ തട്ടും പുറമൊന്നുമില്ല. അതുള്ള സ്ഥലത്ത് പോയി ഒളിച്ചോ. ഇറങ്ങ. അങ്ങനെ പറയരുത് സാർ. എടോ, കാട്ടിപ്പോയാ ഈ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന, അവിടെ കൃഷി ഇറക്കാമെന്ന് ഞാൻ തന്നോട് പറഞ്ഞാലോടോ. താൻ അനുസരിച്ചോ? അനുസരിക്കാത്തതല്ല. ഓ, ആ ഡോക്ടർ ശാന്താറാം അതിന് സമ്മതിക്കുന്നില്ലായിരിക്കല്ലോടോ. ആ ഇരപ്പാളയെ തട്ടിക്കളയെ ഞാൻ ആറിലെ ഏർപ്പാടാക്കിയതാ. എങ്ങനെയോ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ ഒന്നുറപ്പാ, ഈ നാട്ടിലവൻ ഇനി കാലുകുത്തില്ല. അതിനുള്ള ധൈര്യം അവൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ബസ് കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ടിപ്പോ മണിക്കൂർ 4 ആയി. ഇനി പറ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്?
ഡ്രൈവർക്ക് പുറമെ 2 പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത്. എന്നെ എവിടെ കൊണ്ടുപോവുകയാണ് എന്ന് ഞാൻ ചോദിച്ചു. ദോഷം പറയരുതല്ലോ, അവന്മാരുള്ള സത്യം അങ്ങ് പറഞ്ഞു. കൊന്ന് കൊക്കയിലെറിയാൻ കൊണ്ടുപോകാടാ നായെ എന്നൊരുത്തൻ. നിനക്ക് കറണ്ട് ഭാർഗവനെ നന്നാക്കണം അല്ലേടാ ചെറ്റെ എന്ന് മറ്റവൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൊക്ക എടുക്കാറാവുമ്പോ അവന്മാരെന്നെ തട്ടും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു പ്രയോഗം അങ്ങ് ചെയ്തു. ഒരുത്തന്റെ അസ്ഥാനത്ത് കയറി ഒരു മരണപ്പിടുത്തം, മറ്റവന്റെ ചെവി ആഞ്ഞൊരു കടി. 2 പേരുടെ മരണവെപ്രാളത്തിലുള്ള നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടു. വണ്ടി ഒരു മരത്തിലിടിച്ചു. ഞാൻ റോഡിൽ തെറിച്ചു വീണു. പിന്നെ ഒരു ഓട്ടമായിരുന്നു അവിടുന്ന്. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഒരു ലോഡ്ജ് കണ്ടു. ഭാഗ്യത്തിന് അവിടെ ഒരു മുറി കിട്ടി. അവിടുന്നാണ് ഞാൻ അലിയെ വിളിച്ചത്. കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അലി. സത്യത്തിൽ ലോഡ്ജിൽ വരാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഭാർഗവനും ഡോക്ടറും കൂടി എന്നെ കൊല്ലാനുള്ള വല്ല പദ്ധതി ഇടുമെന്ന് ഞാൻ സംശയിച്ചു. പക്ഷെ ഡോക്ടറുടെ പൊട്ടിക്കരച്ചിൽ കേട്ടപ്പോ എനിക്ക് മനസ്സ് കഴിച്ചില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് സുനാമി തിരമാലകൾ വന്നപ്പോ മത്സ്യത്തൊഴിലാളിയും IAS-കാരനും ഒരേപോലെ നിലവിളിച്ചുകൊണ്ടാണോ ഓടിയത്. മരണത്തിന് മുമ്പിൽ മനഃശാസ്ത്രജ്ഞനും കൂലിവേലക്കാരനും വ്യത്യാസമില്ല. കറണ്ട് ഭാർഗവനെ നന്നാക്കും എന്ന് SP രാമനാഥനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ എന്നെ കൊല്ലാൻ വന്നവന്മാരറിഞ്ഞു? ഭാർഗവനെ നല്ലവനാക്കുകയോ? ചുമ്മാ തട്ടിവിട്ടതാടോ ഞാൻ. എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല. ഡിണ്ടിക്കൽ ചെല്ലുമ്പോ ട്രപ്പീസ് വേലായുധനെ കണ്ടില്ലെങ്കിൽ ബാക്കി പരിപാടി അപ്പൊ ആലോചിക്കാം. ജംബോ സർക്കസ് ഡിണ്ടിക്കലിൽ കളിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയല്ലോ. ജംബോ അവിടെ ഉണ്ടെങ്കിൽ വേലായുധേട്ടൻ അവിടെ ഉണ്ടാവും. ஹலோ ஹலோ ட்ரிப்பிஸ் வேலாயுதன் சாரா உள்ள இருக்கிறாரு அனுப்புறேன். വേലായുധേട്ടാ, ഇത് ഞാനാ അലി. എടാ മോനെ അലി, ഇതെങ്ങനെയാടാ നീ ഇവിടെ എത്തിപ്പെട്ടത്? അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വേലായുധേട്ടനൊന്ന് കാണണമെന്ന് തോന്നി. വേറൊരു ചെറിയ കാര്യമുണ്ട്. നീ ഇപ്പോഴാ പൊങ്ങച്ചക്കാരൻ ഡോക്ടറുടെ കൂടെ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ആര് പറഞ്ഞു ഡോക്ടർ പൊങ്ങച്ചക്കാരനാണെന്ന്? നാട്ടിൽ വെച്ച് കണ്ടപ്പോ ഒരിക്കൽ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അമേരിക്കയിൽ പഠിച്ചതും ജോർജ് ബുഷിന് ഷേക്ക് ഹാൻഡ് കൊടുത്തു നോക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ കോന്തനെ കുറിച്ച് ഓർമ്മയില്ലേ? അതും പറഞ്ഞ അന്ന് നമ്മൾ എത്രയാണാ ചിരിച്ചത്. അതൊക്കെ പോട്ടെ വേലായുധേട്ടാ, ഇതെന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇവൻ നിന്റെ സുഹൃത്താ? ഇതെന്ത് സാധനം, എന്ത് വേഷം? അയ്യേ വൃത്തിയേട്. ആദ്യം ഇവനോട് പോയി മുടി വെട്ടിയിട്ട് വരാൻ പറ. അതെ, മൂപ്പര് തലയിൽ ഇത്രയും വലിപ്പത്തുള്ള 5-6 മുഴകളുണ്ട്. അത് കാണാതിരിക്കാനാ മുടി വളർത്തിക്കുന്നത്. അപ്പഴേ വേലായുധേട്ടാ, ഞാൻ പറഞ്ഞ വേലായുധേട്ടൻ തട്ടിക്കളയാലെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഇയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണം. സർക്കസ് ഐറ്റം വല്ലോ അറിയാമോടെ? വേണമെങ്കിൽ പഠിക്കാമെന്നുള്ള അവസ്ഥയിലാ അല്ലേ? ഈ പ്രായത്തിൽ ഇവനിനി എന്ത് പഠിക്കാൻ? ഇതുവരെ എന്ത് ജോലിയാടാ ചെയ്തിരുന്നത്? ഞാനൊരു ഡോയാ? അതെന്ത് ജോലി? ഡോർ ടു ഡോർ ഡെലിവറി, ഒരു കമ്പനിയുടെ സാധനങ്ങൾ. ആ കമ്പനി ഇപ്പൊ എവിടെ പോയി? സുനാമി വന്നപ്പോ ഒലിച്ചു പോയി. സുനാമി വന്നു പോയിട്ട് കാലം എത്ര ആയടോ? അന്നു മുതൽ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു വേലായുധേട്ടാ. ഈ മൂശേട്ടെ കണ്ട ആരും ജോലി കൊടുക്കില്ല, അത് തന്നെ കാര്യം. പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണോ? ചിലപ്പോ മാനേജറുടെയും എന്റെയും തുണിയൊക്കെ അലക്കേണ്ടി വരും. ഇഷ്ടമുണ്ടെങ്കിൽ മതി. പണിയൊന്നും അറിഞ്ഞൂടാത്തവന് വേറെന്ത് പണി? അല്ല, ഈ അസിസ്റ്റന്റ് മാനേജർ ഒഴി വെച്ചെന്നുണ്ടല്ലോ, വന്ന് കേറി അവിടെ അസിസ്റ്റന്റ് മാനേജർ ആവണോ അല്ലേ? തുണി അലക്കാനും. തൽക്കാലം ഒളിച്ചു താമസിക്കലാണ് നമ്മുടെ ഉദ്ദേശം. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഡോക്ടർ പെട്ടെന്ന് അതെല്ലാം മറന്നു. അല്ല, അത് ശരിയാ. അതിനേക്കാളും വലുതായിട്ട് ഇനി എന്ത് വരാം? എനിക്ക് ഇപ്പൊ തന്നെ മടങ്ങണം. ഭാര്യ മോന് പേടിക്കും. ക്ലിനിക്കിൽ വരുന്ന രോഗികളോട് എന്ത് പറയണം? എന്ത് പറയാ? ഡോക്ടർ മരിച്ചുപോയി എന്നൊരു ബോർഡ് എഴുതി വെച്ചേക്ക്. സാർ ഇവിടെ? ഡോക്ടർ എവിടെയല്ലേ? ഒരു പിടിയില്ല സാർ. ഇന്നും രാവിലെ ഞാൻ ക്ലിനിക്കിന്റെ മുമ്പിൽ ചെന്ന് കാത്തു നിന്നു. ഡോക്ടർ വന്നില്ല. കാണാതായിട്ട് 4-5 ദിവസമായിട്ടും ഡോക്ടർ ഇവിടെ അന്വേഷിച്ചില്ലേ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് സാറേ? ഡോക്ടറുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വരുന്നില്ലേ? അത് ഞാൻ ആലോചിച്ചില്ല. സാറ് വീട്ടിൽ അന്വേഷിച്ചു കാണുമല്ലോ, അതുകൊണ്ട് സാറിനോട് ഞാൻ അന്വേഷിക്കുകയാണ്. ഡോക്ടർ എവിടെ?
എന്നാ ഞാൻ സത്യം പറയാം സാർ, വീട്ടിൽ പോയി അന്വേഷിക്കാതിരുന്നത് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അകത്ത് നിൽക്കിയ കരണ്ട് ഭാർഗവൻ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു ഫോണെങ്കിലും ചെയ്യാതിരിക്കുവോ? ആരെങ്കിലും ഫോൺ ടാപ്പ് ചെയ്ത് ഏത് സ്ഥലത്തുനിന്നാണ് ഡോക്ടർ വിളിച്ചതെന്ന് കണ്ടുപിടിക്കുന്നുള്ള ഭയമായിരിക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, ഡോക്ടർ ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഭാർഗവനെ മാത്രമല്ല, ഭാർഗവനുമായി ബന്ധപ്പെട്ട മറ്റാരൊക്കെയോ. അലിയുടെ പെരുമാറ്റം അത്ര സ്വാഭാവികമല്ല. ഒരുപക്ഷെ പോലീസ് മുറ പ്രയോഗിച്ച അലിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനിരിക്കും. ഇതുവരെയായിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലല്ലോ. അവരെ കൊണ്ടാവുന്നല്ലേ ചെയ്യാൻ പറ്റൂ. എല്ലാ സ്ഥലത്തേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. ആ ഭാർഗവനുമായിട്ട് കൂട്ടുകൂടിയ അപകടമാണെന്ന് വിനോദ് ആദ്യമേ പറഞ്ഞതാ. അവൻ കേട്ടില്ല. വയസ്സുകാലത്ത് എന്നെ എന്തിനിങ്ങനെ തീയതിയിട്ടിക്കുന്നുണ്ട് ഈശ്വര. ஜம்போ ரஷ்யன் சர்க்கஸ் உங்கள் அனைவரையும் வண்ணமயமான